ഹലോ ഫ്രണ്ട്സ്, ഉഷ ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു ചപ്പാത്തി ഉണ്ടാക്കാം. ഗോതമ്പ് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഗോതമ്പ് സൺഫ്ലവർ ഓയിൽ, ഒരു 1.5 സ്പൂൺ സൺഫ്ലവർ ഓയിലും ആവശ്യത്തിന് ഉപ്പും ഇട്ടാണ് കുഴച്ചത്. നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചിട്ടുണ്ട്. തീരെ ലൂസ് ആക്കരുത്. ചപ്പാത്തിക്ക് കുറച്ച് കട്ടിക്ക് കുഴയ്ക്കണം, പക്ഷെ നല്ല സോഫ്റ്റും ആവണം. കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കണം. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് കുഴയ്ക്കണം. ഇനി ലെയർ ആയിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കാം. ബറോട്ട പോലെ ഇരിക്കും. അതിനൊന്ന് പരത്തിയെടുക്കാം. ആദ്യം ഒന്ന് നന്നായിട്ട് പരത്തിയെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. തിന്നായിട്ട് പരത്തണം. തിന്നായിട്ട് പരത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മാവൊന്ന് തൂറ്റി കൊടുക്കണം. കുറച്ച് മതി. ഇനി വീശറി പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കിയെടുക്കാം. ഒന്ന് വലിച്ച് നീട്ടാം. എന്നിട്ട് ഉരുട്ടിയെടുക്കാം. ഇങ്ങനെ മടക്കുമ്പോൾ തന്നെ ഒന്ന് വലിച്ച് നീട്ടിക്കൊണ്ടാൽ മതി. ബാക്കി അടിയിലോട്ട് മടക്കി വയ്ക്കാം. ഒന്ന് അമർത്തി കൊടുക്കാം. ഇനി വീണ്ടും ഒന്നുകൂടെ പരത്തണം. ബറോട്ട പോലെ നല്ല പൊള്ളി വരും. നന്നായിട്ട് ലെയറും കിട്ടും. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. ഒരുപാട് ഫോഴ്സ് ചെയ്ത് പരത്തണ്ട. വളരെ നൈസായിട്ട് പരത്തിയാൽ മതി. ഇങ്ങനെ എല്ലാം പരത്തി വെക്കാം. ചപ്പാത്തി ഉണ്ടാക്കി തുടങ്ങാം. കല്ല് ചൂടായിട്ടുണ്ട്. ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് ഒന്ന് ചൂടായി തുടങ്ങി. മറിച്ചിട്ട് കൊടുക്കാം. സൈഡിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയോ നെയ്യോ ഒക്കെ ഒഴിക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത്. നന്നായിട്ട് പൊങ്ങി വരണുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല അതായിട്ട് ബറോട്ടയുടെ എഫക്റ്റും കിട്ടും. ഗോതമ്പ് ബറോട്ട എന്നും പറയാൻ വേണമെങ്കിൽ അതുപോലെ ലെയറായിട്ട് കിട്ടുന്നുണ്ട്. രണ്ട് സൈഡും നന്നായിട്ട് ചുട്ടെടുക്കാം. 1
കറി പനീറും ബട്ടർ മസാലയാണ്. അതിന്റെ കൂടെ കഴിക്കാനാണ് ഈ ചപ്പാത്തി ഉണ്ടാക്കിയത്. എടുത്തത് ഇട്ട് കൊടുക്കാം. ചപ്പാത്തിയും കറി റെഡിയായി. ഇനി കഴിക്കാം.